ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു ഇക്വേഷൻ ആണ്, H=I²RT. പക്ഷെ ആക്ച്വലി നമ്മളത് ഡിറൈവ് ചെയ്തത് വർക്കിന്റെയും പവറിന്റെയും അതുപോലെ കറണ്ടിന്റെ ഒക്കെ ഇക്വേഷൻ വഴിയാണ്. സെപ്പറേറ്റ് ഇക്വേഷൻസ് വഴിയാണ് നമ്മളായി ഡ്രൈവ് ചെയ്തത്. പക്ഷേ ആക്ച്വലി ഈ ഇക്വേഷൻ ഇങ്ങനെയല്ല ഡ്രൈവ് ചെയ്തത്. ഈ ഇക്വേഷൻ ഡ്രൈവ് ചെയ്തത് ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞൊരു മഹത്തായ ഇംഗ്ലീഷ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഇത് ഡ്രൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ടിൽ അദ്ദേഹം ഇത് ഡ്രൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ടിൽ ഇത് റെസിസ്റ്ററിന്റെ സിമ്പിൾ ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവെന്ന് പറയുന്നത് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ എത്ര സമയം കടന്നു പോകുന്നു, കറണ്ട് ആ സർക്യൂട്ടിലൂടെ എത്ര സമയം കടന്നു പോകുന്നു അതിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് H is proportional to the product of square of current and resistance and the time of current flow എന്നാണ് ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ പറഞ്ഞത്. അപ്പം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിയമം. ഒന്നുകൂടെ പറയാം. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് ആ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ സ്ക്വയറിന് നേരനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ ആ സർക്യൂട്ടിന്റെ പ്രതിരോധത്തിന് നേരനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ എത്ര സമയം കടന്നു പോകുന്നു അതിന് നേരനുപാതത്തിലായിരിക്കും. സോ ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. ഇതായിരുന്നു ജൂൾസ് ലോ. അപ്പൊ നമുക്കറിയാം ഈ പ്രൊപ്പോർഷണൽ സിമ്പിളിനെ ഈക്വൽ സിമ്പിൾ ആക്കാനായിട്ട് നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വേണം. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ 1 ആണ്. 1 × I²RT, അല്ലെങ്കിൽ സിംപ്ലി H is equal to I²RT. അപ്പൊ ഇതാണ് ജൂൾസ് ലോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമം. അപ്പം ഇത് വെച്ചാണ് നമ്മൾ കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇനി ഇത് വെച്ചൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകും. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഒരു സർക്യൂട്ടിലൂടെ ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ohms ആണ്. അതുപോലെ ആ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.2 ആംപിയർ ആണ്. സോ 200 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ട്, 0.2 ആംപിയർ കറണ്ട്. കടന്നു പോകുന്ന സമയം എന്ന് പറയുന്നത് 5 minutes ആണ്. അപ്പം 200 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ടിൽ കൂടെ 0.2 ആംപിയർ കറണ്ട് 5 minutes കടന്നു പോകുന്നു. ഫൈൻഡ് ദ ഹീറ്റ് ഡെവലപ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു ന്യൂമറിക്കലായുള്ള ഏത് പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതുപോലെ ടൈം ഓഫ് കറണ്ട് ഫ്ലോ തന്നിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് എഴുതിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂമറിക്കൽ പ്രോബ്ലംസിനും നിങ്ങൾ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതുന്നത് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈവൻതോ നിങ്ങൾക്ക് ആ പ്രോബ്ലം അറിയത്തില്ലെങ്കിൽ കൂടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ കറണ്ട് തന്നിരിക്കുന്നത് 0.2 ആംപിയർ ആണ്. അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ohm ആണ്. ടൈം നമുക്ക് 5 minutes ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടൈമിന് നമുക്ക് മിനിറ്റിലല്ല ആവശ്യം, സെക്കൻഡിലാണ് ആവശ്യം. സോ ഈ മിനിറ്റിൽ തന്നിരിക്കുന്ന ടൈമിന് 5 × 60, ദാറ്റ് ഈസ് 1 minute എന്ന് പറയുന്നത് 60 seconds ആണ്. സോ 5 × 60 ദാറ്റ് ഈസ് 300 seconds ആണ് ഇവിടെ ടോട്ടൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയം, 300 seconds. അപ്പോൾ നമുക്കിനി നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം എടുത്ത് എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റിയായ ഹീറ്റിന്റെ ഇക്വേഷൻ, ഹീറ്റും ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷനായ H is equal to I²RT നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. H is equal to I²RT. ഇനി ഒന്നുമില്ല, ഇനി ഈ വാല്യൂസ് എല്ലാം ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പം I² 0.2 ആണ് കറണ്ട്, സ്ക്വയർഡ് ആയതുകൊണ്ട് നമുക്ക് സ്ക്വയർ ചെയ്യാം. 0.2 × 0.2 ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ohms ആണ്. എത്ര സമയം ഫ്ലോ ചെയ്യുന്നുണ്ട്? 300 seconds ഫ്ലോ ചെയ്യുന്നുണ്ട് ഇൻറ്റു 300. സോ 0.2 × 0.2 0.04 ആണ്. നമുക്ക് ഇവിടെ 2 0 ഉണ്ടായതുകൊണ്ട് ആ 0.2 ക്യാൻസൽ ചെയ്താൽ സോ 4 × 2 × 300 എന്ന് വരും. 4 × 2 8 ആണ്. 8 × 3 24. സോ 2400 2400 ജൂൾ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ്.
സോ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വെച്ചാൽ ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു 5 മിനിറ്റ് സമയത്തേക്ക്. അവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് കണ്ടുപിടിക്കുന്നതായിരുന്നു പ്രോബ്ലം. നമ്മൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം എടുത്തെഴുതി ഹീറ്റിന്റെ ഇക്വേഷനായ H=I²RT എടുത്തെഴുതി വാല്യൂസ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. ഇവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് 2400 ജൂളാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് കലോറിയിൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ പറയും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന തന്നെ വിശ്വസിക്കുന്നു. 1 കലോറി ഈസ് ഈക്വൽ ടു എത്രയാണ്? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പഠിച്ചു വെച്ചേക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ, നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരമുള്ളതാണ്. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പോൾ നമുക്കിതിനെ ഈ ഹീറ്റിനെ കലോറിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ജൂളിലുള്ള ഹീറ്റിനെ കലോറിയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 2400 ഡിവൈഡഡ് ബൈ 4.2 എത്ര ചെയ്തു? അപ്പോൾ ഈ ഹീറ്റിനെ കലോറിയിലാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 571.4 കലോറി എന്നാണ്. സോ നിങ്ങൾക്ക് ഈ റിലേഷൻ ഓർത്ത് വെക്കുക. 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. അപ്പോൾ ഇനി സ്ക്വയർ T/R എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. വോൾട്ടേജ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി വോൾട്ടേജും കറണ്ടും ആണ് തന്നിരിക്കുന്നെങ്കിൽ H=V/I എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു V=IR എന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഇട്ട് പെട്ടെന്ന് ചെയ്താലും മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പിടിക്കുക. ഈ 2 ഇക്വേഷനും ഉണ്ട്. അപ്പോൾ അതാണ് ജൂൾസിലോ. ജൂൾസിലോടെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് അഥവാ പ്രതിരോധകങ്ങളുടെ അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് ഫിസിക്സ് പഠിക്കുമ്പോൾ സർക്യൂട്ട് അനാലിസിസ് എന്നൊരു വലിയ ടോപ്പിക്ക് പഠിക്കും. ഇനി അങ്ങോട്ട് ഒരുപാട് വർഷം പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സർക്യൂട്ട് അനാലിസിസ്. നിങ്ങൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നൊക്കെ പറഞ്ഞു കുറേ സർക്യൂട്ട് എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് സർക്യൂട്ട് അനാലിസിസ് പഠിക്കും. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം 2 രീതിയിലാണ് റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. ഒന്ന് സീരീസ് അഥവാ ശ്രേണി രീതിയിലും, 2 സീരീസ് അഥവാ ശ്രേണി രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 2 പാരലൽ അഥവാ സമാന്തരമായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം സീരീസ് അഥവാ ശ്രേണി രീതിയിൽ എങ്ങനെയാണ് പ്രതിരോധകങ്ങളെ അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സീരീസ് അഥവാ ശ്രേണി രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു റെസിസ്റ്റർ, അതിനോട് ചേർന്ന് തന്നെ അടുത്ത റെസിസ്റ്റർ, സെയിം പാത്ത് തന്നെയാണ്, വേറെ പാത്തും കാര്യങ്ങളൊന്നുമില്ല. സെയിം പാത്തിൽ തന്നെ അടുത്ത റെസിസ്റ്റർ. നമ്മൾ ഈ റെസിസ്റ്ററിനെ R1 എന്ന് കൊടുക്കും. ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R1 ആണ്. ഈ രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R2 ആണ്. അപ്പോൾ R1 R2 2 റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതൊരു സ്വിച്ച് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം സ്വിച്ചിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതൊരു അമ്മീറ്റർ ആണ്, കറണ്ട് മെഷർ ചെയ്യുന്ന ഉപകരണമായ അമ്മീറ്റർ. അത് ബാറ്ററിയുടെ പോസിറ്റീവ് ലീഡുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. പിന്നെ ബാറ്ററി നമ്മൾ കംപ്ലീറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ ഞാൻ ഒരു അമ്മീറ്ററേ വെച്ചിട്ടുള്ളൂ. കാരണം ഈ കറണ്ടിന് ഒരു പാത്ത് മാത്രമേ ഉള്ളൂ പോകാനായിട്ട്. കറണ്ടിന് ഒരൊറ്റ പാത്ത് മാത്രമേ ഉള്ളൂ പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരേ കറണ്ട് തന്നെ ആയിരിക്കും ഈ സർക്യൂട്ടിലുടനീളം സഞ്ചരിക്കുന്നത്. കറണ്ട് എവിടെയും ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. ഒരൊറ്റ പാത്ത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഒരു അമ്മീറ്റർ മാത്രം മതി. പക്ഷെ നമുക്ക് 2 വോൾട്ട് മീറ്റേഴ്സ് വേണം. ഈ V എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്ക് 2 വോൾട്ട് മീറ്റേഴ്സ് ഇവിടെ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ റെസിസ്റ്ററിലും വ്യത്യസ്ത വോൾട്ടേജുകളായിരിക്കും ഉണ്ടാവുന്നത്. ഈ റെസിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് സെയിം റെസിസ്റ്റൻസ് ആണ് രണ്ടുമെങ്കിലും സെയിം വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഈ ഓരോ റെസിസ്റ്ററും എടുക്കുന്ന വോൾട്ടേജിന്റെ അളവ് മാറി വരും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഈ സീരീസ് കണക്ഷനെ കൂടുതൽ വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഈ ടോട്ടൽ ഈ സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ V ആണ്. ഈ R1 എടുത്ത ടോട്ടൽ ഈ സർക്യൂട്ടിന്റെ വോൾട്ടേജ്, ടോട്ടൽ ഈ സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ V ആണ്. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ I ആണ്. അപ്പോൾ I കറണ്ട് തന്നെയാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. I കറണ്ട് തന്നെയാണ് ഇതിൽ തിരിച്ചു വരുന്നത്. I കറണ്ട് തന്നെയാണ് തിരിച്ച് നെഗറ്റീവ് ലീഡിൽ എത്തുന്നത്. സോ കറണ്ടിൽ മാറ്റമൊന്നുമില്ല, കറണ്ട് I തന്നെയാണ്. പക്ഷേ വോൾട്ടേജ് മാറും. വോൾട്ടേജ് ഇവിടെ 2 കമ്പോണൻസ് ആണ് വോൾട്ടേജ് എടുക്കാനായിട്ടുള്ളത്, R1 ഉം R2 ഉം. സോ R1 എടുക്കുന്ന വോൾട്ടേജ് V1 എന്ന് കൊടുക്കാം, R2 എടുക്കുന്ന വോൾട്ടേജ് V2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ടിന്റെ ഒരു രൂപം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറയാം. 2 റെസിസ്റ്റേഴ്സ് R1 R2 അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ആ R1-ആയിട്ടൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, R2-ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സർക്യൂട്ട്, ഇത് സർക്യൂട്ടിന്റെ സ്വിച്ച്. ഇത് ഓൺ ആക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. കറണ്ട് മെഷർ ചെയ്യാനായിട്ട് ഒരു അമ്മീറ്റർ, ഒരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ സെല്ല്. അപ്പം
കറണ്ട് ഇവിടെ മാറുന്നില്ല. സോ നമുക്ക് കറണ്ട് എവിടെയും ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. സോ നമുക്ക് ഒരു അമ്മീറ്റർ മാത്രം മതി. പക്ഷേ ഓരോ റെസിസ്റ്ററും എടുക്കുന്ന വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഓരോ റെസിസ്റ്ററും എടുക്കുന്ന വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വോൾട്ട് മീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 റെസിസ്റ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അവിടെ രണ്ട് റെസിസ്റ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഈ 2 റെസിസ്റ്ററും കൂടെ ഒന്നിച്ചുണ്ടാക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പോൾ അത് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് തൽക്കാലം വായിക്കാം. നമുക്കറിയാം, നമുക്ക് തൽക്കാലം ഇവിടെ ഈ റെസിസ്റ്റർ എടുക്കുന്ന വോൾട്ടേജിനെ V1 എന്നും ഈ റെസിസ്റ്റർ എടുക്കുന്ന വോൾട്ടേജിനെ V2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ V1 ഉം V2 എന്ന് പറയുന്നത് ഈ ടോട്ടൽ വോൾട്ടേജ് ആണല്ലോ ഡിവൈഡ് ആയി പോകുന്നത്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ടോട്ടൽ വോൾട്ടേജ് V ഇസ് ഈക്വൽ ടു ആദ്യത്തെ റെസിസ്റ്റർ എടുക്കുന്ന വോൾട്ടേജ് V1 പ്ലസ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് എടുക്കുന്ന വോൾട്ടേജ് V2. ഇനി നമുക്ക് എന്തറിയാം, സഫല പ്രതിരോധം അഥവാ ഈ 2 റെസിസ്റ്ററും കൂടെ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമുക്ക് R ആയിട്ട് എടുക്കാം. ഈ 2 റെസിസ്റ്ററും കൂടെ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ R ആയിട്ട് എടുത്താൽ അതായിരിക്കുമല്ലോ ഈ സർക്യൂട്ടിന്റെ മുഴുവൻ പ്രതിരോധം. ഈ 2 റെസിസ്റ്റൻസ് കൂടെ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെങ്കിൽ അതായിരിക്കുമല്ലോ ഈ സർക്യൂട്ടിന്റെ മുഴുവൻ പ്രതിരോധം. സോ നമുക്കൊരു ഇക്വാലന്റ് സർക്യൂട്ട് ഇവിടെ വരയ്ക്കാം. ഈ റെസിസ്റ്റൻസ് വെച്ചാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു റെസിസ്റ്റർ ആക്കിയാൽ എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ സ്വിച്ച് ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, സെല്ലുണ്ട്. അപ്പം ഇതിന്റെ റെസിസ്റ്റൻസ് R, കടന്നു പോകുന്ന കറണ്ടിന് മാറ്റമൊന്നുമില്ല, I തന്നെ. അപ്പോൾ ഇതേ സെയിം സർക്യൂട്ട് തന്നെയാണ് ഈ 2 റെസിസ്റ്ററും ഒന്നിച്ച് വെച്ചിട്ട് ഈ 2 റെസിസ്റ്ററും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് R ഉള്ളൊരു റെസിസ്റ്റർ ഉള്ളൊരു സർക്യൂട്ടാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. സോ നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V ഇസ് ഈക്വൽ ടു IR ആണ്. അപ്പം ഇതിലേക്കൂടെ കടന്നു പോകുന്ന കറണ്ട് I. സോ ക്യാപിറ്റൽ വിക്ക് നമുക്ക് നമുക്ക് എന്ത് എഴുതാം, ഈ കടന്നു പോകുന്ന കറണ്ട് IA ഇൻറ്റു നമുക്ക് R കുറേ വരുന്നതിന് R എഫക്റ്റീവ് എന്ന് കൊടുക്കാം. സഫല പ്രതിരോധത്തിന് R എഫക്റ്റീവ് എന്ന് കൊടുക്കാം. ഈ 2 റെസിസ്റ്ററും കൂടെ ഒന്നിച്ചുണ്ടാക്കുന്ന പ്രതിരോധത്തിന് R എഫക്റ്റീവ് എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു ഈ 2 റെസിസ്റ്ററിലൂടെ ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഈ V1 എന്ന് പറയുന്നത് R1 എടുക്കുന്ന വോൾട്ടേജ് ആണല്ലോ. സോ ഓംസ് ലോ പ്രകാരം ഇതിലേക്കൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണെന്ന് നമുക്കറിയാം. R1ന്റെ റെസിസ്റ്റൻസ് R1 തന്നെ, I ഇൻറ്റു R1 പ്ലസ് V2 എന്ന് പറയുന്നത് R2 എടുക്കുന്ന വോൾട്ടേജ് ആണ്. അതും ഓംസ് ലോ പ്രകാരം V ഇസ് ഈക്വൽ ടു IR. ഇവിടെ കൂടെ കടന്നു പോകുന്ന കറണ്ട് I തന്നെയാണ് നമുക്കറിയാം. ഇവിടുത്തെ റെസിസ്റ്റൻസ് R2 ആണ്. സോ എന്ത് വരും, I ഇൻറ്റു R effective is equal to I into R1 plus I into R2. ഈ 3 ടേംസിലും കോമൺ ആയിട്ടുള്ള ആരാണ്, I ആണ്. സോ നമുക്ക് I കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് R effective is equal to R1 plus R2 എന്നൊരു സിമ്പിൾ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് സീരീസ് കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വളരെ എളുപ്പമാണ്. 2 റെസിസ്റ്റർ R1 R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ 2 റെസിസ്റ്ററും കൂടെ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം എന്ന് പറയുന്നത് അതിന്റെ രണ്ടിന്റെ കൂടെ സം ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും അതായിരിക്കും R എഫക്റ്റീവ് എന്ന് പറയും. സോ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇപ്പൊ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പാരലൽ കണക്ഷൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് അറേഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ് പാരലൽ കണക്ഷൻ അഥവാ സമാന്തരമായിട്ടുള്ള രീതി. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റർ മറ്റൊരു റെസിസ്റ്ററും സമാന്തരമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓരോ റെസിസ്റ്ററിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു അമ്മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 റെസിസ്റ്ററിനും കൂടെ കോമൺ ആയിട്ട് നമ്മളൊരു വോൾട്ട്മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെല്ലുണ്ട്, സ്വിച്ച് ഉണ്ട്, നമ്മുടെ ഫുൾ സർക്യൂട്ടിന് കോമൺ ആയിട്ട് അമ്മീറ്ററും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ടിന്റെ ഒരു രൂപം. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്, ഇവിടെ കറണ്ടിന് ബ്രാഞ്ച് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ എത്തുന്ന കറണ്ട്, ഈ ജംഗ്ഷനിൽ എത്തുന്ന കറണ്ട് 2 ആയിട്ടാണ് പോകുന്നത്. ഈ എത്തുന്ന I എന്ന് പറയുന്ന കറണ്ട് 2 ബ്രാഞ്ചുകളായിട്ട് മാറി പോകും. I1 എന്നും I2 എന്നും പേരുള്ള 2 ബ്രാഞ്ചുകളായിട്ട് മാറിപ്പോകും. എന്നിട്ട് എന്ത് പറ്റും, ഈ I1 ഉം I2 ഉം വീണ്ടും ഇവിടെ വന്ന് യോജിക്കുകയും ചെയ്യും. I1
സോറി I2 I1 ഇത് രണ്ടും ഇവിടെ വന്ന് യോജിച്ച് പിന്നെ I ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. സോ കറണ്ടിന്റെ ബ്രാഞ്ചിങ് എന്നൊരു ഫിനോമിനൻ ഇവിടെ നടക്കും. ദാറ്റ് ഇസ് I കറണ്ട് വന്നിട്ട് ഇവിടെ ഈ ജംഗ്ഷനിൽ എന്നിട്ട് ബ്രാഞ്ചായി I1 I2 ആയിട്ട് പോകുന്നു. ആ I1 I2 ഇതിലെ ഫ്ലോ ചെയ്ത് വന്ന് ഈ ജംഗ്ഷനിൽ വെച്ച് പിന്നെ യോജിച്ച് I ആയിട്ട് തിരിച്ചു പോകും. സോ കറണ്ടിന്റെ ബ്രാഞ്ചിങ് നടക്കും. നമ്മൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും അപ്പൊ ഈ വോൾട്ട്മീറ്ററിലോട്ട് പോകുന്ന കറണ്ട് കൂട്ടുണ്ടായിരുന്നു. വോൾട്ട്മീറ്ററിൽ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അങ്ങോട്ട് പോകുന്ന കറണ്ടിനെ എടുക്കുന്നില്ല. അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ ഒരു മെഷറിംഗ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന കറണ്ടിനെ കൺസിഡർ ചെയ്യുന്നില്ല. സോ അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പൊ ഈ സർക്യൂട്ടിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് റെസിസ്റ്ററും കൂടെ ഒന്നിച്ച് R എഫക്റ്റീവ് എന്ന റെസിസ്റ്റൻസ് ഉള്ളൊരു ഈ രണ്ട് റെസിസ്റ്ററും കൂടെ ഒന്നിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, ഈ രണ്ട് റെസിസ്റ്റേഴ്സ്, ഈ രണ്ട് പ്രതിരോധകങ്ങളും കൂടെ ഒന്നിച്ച് സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ R എഫക്റ്റീവ് എന്ന് എടുത്താൽ ആ R എഫക്റ്റീവ് എത്ര ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് ഈ സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് I കറണ്ട് ആണല്ലോ ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് I എന്ന് പറയുന്നത് നമുക്കറിയാം, കറണ്ട് I ഈസ് ഈക്വൽ ടു വോൾട്ടേജ് V ബൈ R എഫക്റ്റീവ് ആയിരിക്കും. വോൾട്ടേജ് V ബൈ R എഫക്റ്റീവ്. അപ്പൊ നമുക്ക് ഇവിടെ ഐക്ക് വരാൻ അങ്ങനെ കൊടുക്കാം, I ഈസ് ഈക്വൽ ടു V ബൈ R എഫക്റ്റീവ്. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സർക്യൂട്ടിന് മൊത്തമുള്ള വോൾട്ടേജ് മാറുന്നതേ ഇല്ല. കാരണം കറണ്ട് ബ്രാഞ്ച് ചെയ്ത് പോകുന്നെങ്കിൽ നമ്മൾ ഈ രണ്ട് പോയിന്റിനിടയ്ക്കുള്ള വോൾട്ടേജ് എപ്പോഴും എടുക്കും. സോ ഈ രണ്ട് റെസിസ്റ്റേഴ്സിനും ഒരേ വോൾട്ടേജ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു. ഒരു സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഈ രണ്ട് റെസിസ്റ്റേഴ്സും ഈ രണ്ട് പോയിന്റിന്റെ നടുക്കാണ്. ഈ രണ്ട് പോയിന്റിന്റെ നടുക്ക് എപ്പോഴും സെയിം റെസിസ്റ്റൻസ് ആയിരിക്കും. സോറി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഈ സർക്യൂട്ടിൽ ഈ രണ്ട് റെസിസ്റ്റേഴ്സും ഈ രണ്ട് പോയിന്റുകൾ നമുക്ക് A എന്ന് B എന്ന് പേര് കൊടുക്കാം. AB ഈ രണ്ട് പോയിന്റുകൾക്കിടയിലാണ്. ഈ AB എന്ന പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. സോ R1 കിട്ടുന്ന വോൾട്ടേജും R2 കിട്ടുന്ന വോൾട്ടേജും സെയിം ആയിരിക്കും. ഇവിടെ വേറെ റെസിസ്റ്റേഴ്സും കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ആയ V തന്നെ ആയിരിക്കും R1ഉം R2 കിട്ടുന്നത്. പക്ഷേ സീരീസ് കണക്ഷനിൽ ഇങ്ങനെയല്ല. കാരണം സീരീസ് കണക്ഷനിൽ ഒരേ പോയിന്റുകൾക്കിടയിലല്ല റെസിസ്റ്റേഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അപ്പം I1 എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഈ R1 കിട്ടുന്ന വോൾട്ടേജും V തന്നെയാണ്. സോ I1 എന്ന് പറയുന്നത് R1 കിട്ടുന്ന വോൾട്ടേജ് V ബൈ ഫസ്റ്റ് ഈ ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1 V ബൈ R1 എന്ന് വരും. അതുപോലെ I2 അതേപോലെ തന്നെ R2 ഈ റെസിസ്റ്റൻസിന് കിട്ടുന്ന വോൾട്ടേജും V തന്നെയാണ്. V ബൈ രണ്ടാമത്തെ ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? R2 ആണ്. അപ്പം ഫുള്ളൊരു ബോർഡ് നിറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഒന്ന് വായിക്കാം. ഇങ്ങോട്ട് എഴുതാം അല്ലേ? അപ്പൊ ഇവിടെ മൂന്നിടത്ത് കോമൺ ആയിട്ടുള്ള ടേമാരാണ് V ആണ്. സോ നമുക്ക് V കട്ട് ചെയ്തതാണ്. V കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ബാക്കി എന്ത് കിട്ടും? 1 ബൈ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. 1 ബൈ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. അപ്പൊ ഇതാണ് നമ്മുടെ പാരലൽ കണക്ഷനിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് കിട്ടും? 1 ബൈ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1 പ്ലസ് R2 ബൈ R1 R2 എന്ന് കിട്ടും. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എടുത്താൽ R എഫക്റ്റീവ് എന്ന് വരും മേളിൽ. R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? R1 R2 ബൈ R1 പ്ലസ് R2 എന്ന് വരും. R1 R2 ബൈ R1 പ്ലസ് R2. അപ്പൊ ഇതാണ് ഒരു സമാന്തര കണക്ഷൻ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. നമുക്ക് വെറുതെ ഇതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ഒരു പ്രോബ്ലം ഒരു എക്സാമ്പിൾ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് സപ്പോസ് ഈ റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്നത് 1 ഓം ആണ്, R2 എന്ന് പറയുന്നത് 1 ഓം ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സഫല പ്രതിരോധം നമുക്കൊന്ന് കണ്ടുപിടിച്ച് പോകാം. സഫല പ്രതിരോധം എത്രയായിരിക്കും? R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം. R1 R2 ബൈ R1 പ്ലസ് R2 ആണ്. അപ്പൊ R1 ഇവിടെ R1 1 ഓം ആണ്. സോ 1 ഇൻറ്റു R2 1 ഓം തന്നെയാണ്. 1 ഇൻറ്റു 1 ബൈ 1 പ്ലസ് 1. R1 പ്ലസ് R2 വരെ 1 പ്ലസ് 1. സോ 1 ഇൻറ്റു 1 1 തന്നെയാണ് നമുക്കറിയാം. 1 പ്ലസ് 1 2 ആണ്. സോ 1/2 1/2 ഓം ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായാൽ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ
ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസിനേക്കാളും കുറവാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് സീരീസ് കണക്ഷനെയും പാരലൽ കണക്ഷനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി കണക്ഷൻ നമുക്കറിയാം R1 R2 ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഒരു റെസിസ്റ്റർ അടുത്ത റെസിസ്റ്റർ ഇങ്ങനെ R1 R2. ഇവിടെ R എഫക്റ്റീവ് അഥവാ സഫല പ്രതിരോധം എന്ന് പറയുന്നത് എന്തായിരിക്കും? R1 + R2 ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് മനസ്സിലാവും, സഫല പ്രതിരോധം കൂടുന്നു. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. R എഫക്റ്റീവ് അഥവാ സഫല പ്രതിരോധം രണ്ടും കൂടെ ഒന്നിച്ച് കൊടുക്കുക, രണ്ട് റെസിസ്റ്ററും കൂടെ ഒന്നിച്ച് സർക്യൂട്ടിൽ കൊടുക്കുന്ന പ്രതിരോധം ഈ രണ്ട് റെസിസ്റ്ററുകളെക്കാളും കൂടുതലായിരിക്കും. സോ സഫല പ്രതിരോധം കൂടുന്നു. ഇവിടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ഇങ്ങനെ അടുത്ത സമയം. അപ്പൊ R എഫക്റ്റീവ് ഇവിടുത്തെ R എഫക്റ്റീവ് ഇക്വേഷൻ എന്ന് പറയുന്നത് R1 R2 / R1 + R2 ആണ്. R1 R2 / R1 + R2 ആണ്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ R എഫക്റ്റീവ് കുറയുകയായിരിക്കും ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. R എഫക്റ്റീവ് എന്ത് ചെയ്യും? കുറയും. R1-നേക്കാളും R2-നേക്കാളും കുറവായിരിക്കും R എഫക്റ്റീവ്. സോ R എഫക്റ്റീവ് വിൽ ഡിക്രീസ്. സോ ഇവിടെ പ്രതിരോധം കൂടുതലായിരിക്കും, ഇവിടെ പ്രതിരോധം കുറവായിരിക്കും. ഇനി ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ കറണ്ട്, ഇവിടെ രണ്ട് റെസിസ്റ്ററിനും ലഭിക്കുന്ന കറണ്ട് സെയിം ആയിരുന്നു. സോ കറണ്ട് സെയിം ഫോർ ബോത്ത് റെസിസ്റ്റേഴ്സ്. രണ്ട് റെസിസ്റ്ററിന് ലഭിക്കുന്ന കറണ്ട് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ കറണ്ട് സെയിം ആയിരിക്കും അല്ല. ഇവിടെ കറണ്ട് I വന്നിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. I1 ഉം I2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇവിടെ കറണ്ട് ഇസ് ഡിഫറെന്റ്. ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ല. ഇവിടെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഈ റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് V1, ഇതിന് കിട്ടുന്ന V2 ആയിരിക്കും. സോ വോൾട്ടേജ് ഇസ് ഡിഫറെന്റ്. പക്ഷെ പാരലൽ കണക്ഷൻ എന്തായിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് വിൽ ബി സെയിം ഫോർ ബോത്ത് റെസിസ്റ്റേഴ്സ്. ഈ രണ്ട് റെസിസ്റ്ററിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് വോൾട്ടേജ് ഈസ് സെയിം ഫോർ ബോത്ത് റെസിസ്റ്റേഴ്സ്. രണ്ട് റെസിസ്റ്ററിൽ കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് ഓഫ് കോഴ്സ് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് സ്വിച്ചസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ കാണ്ട് യൂസ് സെപ്പറേറ്റ് സ്വിച്ചസ്. പക്ഷെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച്, ഈ R1 ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊണ്ട് കൺട്രോൾ ചെയ്യാം, R2 ഒരു സെപ്പറേറ്റ്. പക്ഷെ ഇവിടെ നമുക്ക് R1 ഉം R2 നും സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ സെപ്പറേറ്റ് സ്വിച്ചസ് ക്യാൻ ബി പ്രൊവൈഡഡ്. രണ്ട് പ്രതിരോധങ്ങൾക്കും സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സെപ്പറേറ്റ് സ്വിച്ചസ് ക്യാൻ ബി പ്രൊവൈഡഡ്. അപ്പം സീരീസ് കണക്ഷന്റെ പാരലൽ കണക്ഷന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്തിയത്. ഇവിടെ R എഫക്റ്റീവ് കൂടും അഥവാ സഫല പ്രതിരോധം കൂടും, ഇവിടെ സഫല പ്രതിരോധം കുറയും. ഇവിടെ കറണ്ട് സെയിം ആയിരിക്കും, പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അതുപോലെ സീരീസ് കണക്ഷനിൽ നമ്മൾ സെപ്പറേറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പാരലൽ കണക്ഷനിൽ സെപ്പറേറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യും. ഇനി നിങ്ങൾ നോക്കി ഏതായിരിക്കും നമ്മൾ ഹൗസ് ഹോൾഡ് തന്നെ നോക്കി ഏതായിരിക്കും നമ്മൾ ഹൗസ് ഹോൾഡ് കണക്ഷൻ അല്ലെങ്കിൽ വീട്ടിലെ കണക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് പാരലൽ കണക്ഷൻ വേണ്ട റെസിസ്റ്റൻസ് കുറവാണുള്ള ഗുണം എന്താ? കറണ്ട് നമുക്ക് കൂടുതൽ കിട്ടും. മാത്രമല്ല സെപ്പറേറ്റ് സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ എല്ലാ അപ്ലയൻസസും TV, മിക്സിയൊക്കെ ഒരേ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്യണം. സോ നമുക്ക് ഹൗസ് ഹോൾഡ് കണക്ഷനായിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷനാണ്. സോ യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് കണക്ഷൻസ്. മെയിനായിട്ട് നമ്മുടെ വീട്ടിലെ കണക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷനാണ്. ഉദ്ദേശം നമ്മൾ ഒന്നും പറയില്ല, ജൂൾസ് ലോ വെച്ചൊരു പ്രോബ്ലം ചെയ്തു. റെസിസ്റ്റേഴ്സിന്റെ സീരീസ് ആയിട്ടും പാരലായിട്ടും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, രണ്ടിടത്തെ R എഫക്റ്റീവ് കണ്ടുപിടിച്ചു, രണ്ട് രീതിയിലുള്ള റെസിസ്റ്റേഴ്സിന്റെ അറേഞ്ച്മെന്റും നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത വരുന്ന വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് സേഫ്റ്റി ഫ്യൂസുകളെ പറ്റി അതുപോലെ ലൈറ്റിംഗ് എഫക്റ്റിനെ പറ്റിയായിരിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് വേദസ് അക്കാഡമി സൈനിങ് ഓഫ്.